പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ പുനർജനി വിഷയത്തിൽ CBI അന്വേഷണത്തിന് റഫർ ചെയ്യാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. അതൊരു വിജിലൻസ് റിപ്പോർട്ട് അങ്ങനെ സതീശന് കൊടുക്കാനായി വിജിലൻസ് റിപ്പോർട്ട് ഉണ്ട് എന്ന പേരിലാണ്. പക്ഷേ എന്താണ് സംഭവം? അഴിമതി നിരോധന നിയമപ്രകാരം വി ഡി സതീശനെതിരെ പുനർജനിയിൽ കേസെടുക്കാനാകില്ല എന്നാണ് വിജിലൻസിൻ്റെ അന്നത്തെ ശുപാർശ. ആ റിപ്പോർട്ട് നിലനിൽക്കെ CBI അന്വേഷണത്തിന് സർക്കാർ നീങ്ങുന്നത് ഏറെ വിവാദത്തിന് ഇടവരുത്തിയിരിക്കുകയാണ്. ഇതിനിടെല്ലാം വിവാദ വിജിലൻസ് റിപ്പോർട്ട് പുറത്തുവരികയും ചെയ്തു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഈ മാസം തന്നെ കോൺഗ്രസ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ്. കുറഞ്ഞത് 35 സീറ്റിലെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും. അതുതന്നെയാണ് CPMൻ്റെ പ്രകോപനത്തിൻ്റെ മുഖ്യ കാരണവും. അങ്ങനെ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾക്കായി AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രി വരുന്നു എന്നറിഞ്ഞപ്പോഴേ CPM നേതാക്കൾക്ക് ഹാലിളകുകയും ചെയ്തു. ഈ മാസം 13, 14 തീയതികളിലാണ് മധുസൂദൻ മിസ്ത്രി കേരളത്തിലേക്ക് സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾക്കായി എത്തുകയെന്ന് PC വിഷ്ണുനാഥ് MLA വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥാണ് അറിയിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഭരണവിരുദ്ധ വികാരം അത് വോട്ടാക്കി മാറ്റാനും സംഘടനാ സംവിധാനം ശക്തമാക്കി മാറ്റാനുമുള്ള കടുത്ത നീക്കത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം. 100-ലധികം സീറ്റുകൾ ഇത്തവണ നേടി UDF അധികാരത്തിലെത്തുമെന്നാണ് വയനാട്ടിലെ ലക്ഷ്യ KPCC ദ്വിദിന നേതൃക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നേതാക്കളോട് ഉറപ്പ് നൽകിയത്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടി UDF അധികാരത്തിൽ തിരിച്ചെത്തും. മൂന്നാം പിണറായി ഭരണമെന്നത് ഇനി നടക്കാത്ത കാര്യമെന്നാണ് KC വേണുഗോപാൽ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണ്ണയം അടക്കമുള്ള കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ വളരെ വേഗത്തിൽ ആരംഭിക്കുന്നത്. കഴിഞ്ഞ തവണ യുവാക്കൾക്ക് പ്രാധാന്യം നൽകിയത് കോൺഗ്രസിന് ഏറെ ഗുണകരമായെന്നാണ് കണ്ടെത്തൽ. ഇത്തവണയും അത് തുടരും. ഒപ്പം മുതിർന്ന നേതാക്കളെ മത്സരിപ്പിക്കും. ഇപ്പോൾ കോൺഗ്രസിന് കീഴിലുള്ള സിറ്റിംഗ് MLA-മാരുടെ സീറ്റുകളിൽ മിക്കവാറും ആ MLA-മാർ തന്നെയാകും മത്സരിക്കുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത്തവണ പരസ്യമായുള്ള പ്രതികരണങ്ങൾ സ്ഥാനാർത്ഥിയാകുമെന്ന് പറഞ്ഞ് ആരും സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥിയെ കോൺഗ്രസിനു നിന്നും ഉയർന്നു വരേണ്ടതില്ല എന്ന ശക്തമായൊരു മുന്നറിയിപ്പും KC വേണുഗോപാൽ ഈ ലക്ഷ്യ യോഗത്തിൽ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തവണത്തേതുപോലെ ആരും വിമതരായി വേഷം കെട്ടാൻ നിൽക്കണ്ട. ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയും താനാണ് ഈ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് ഇപ്പോഴേ പ്രഖ്യാപിക്കേണ്ട കാര്യമില്ല. അതൊക്കെ AICC നോക്കുന്നുണ്ട്, KPCCയുടെ തിരഞ്ഞെടുപ്പ് സമിതി നോക്കുന്നുണ്ട്. ഒരു മണ്ഡലത്തിലെ സർവജന സമ്മതനും അതുപോലെ തന്നെ പാർട്ടി അണികൾക്ക് ഭൂരിപക്ഷത്തിനും അല്ലെങ്കിൽ ഐകകണ്ഠേന സ്വീകാര്യമായ വ്യക്തി തന്നെയാകും ഇത്തവണ ഓരോ മണ്ഡലത്തിലെയും കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി. അതിനിടയിൽ വിമത സ്വരങ്ങൾ ഉയർന്നു വരാൻ ഉള്ള നീക്കങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ചർച്ച ചെയ്ത് പരിഹരിക്കുന്നതിനാകും പാർട്ടി മുൻതൂക്കം നൽകുക. അതുപോലെ തന്നെ വ്യക്തമായ നിലപാടുണ്ട് ഇത്തവണ സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കുമ്പോൾ. സിറ്റിംഗ് സീറ്റുകളിൽ സിറ്റിംഗ് MLA-മാർ തന്നെ മിക്കവാറും മത്സരിക്കും. കാരണം 100+ സീറ്റുകൾ നേടണമെങ്കിൽ അത് അത്യാവശ്യമാണ്. ആ സീറ്റുകൾ കൈവിടാൻ പറ്റില്ല. പിന്നെ കഴിഞ്ഞ തവണ കൈമോശം വന്ന കോൺഗ്രസ് സീറ്റുകളിൽ മുതിർന്ന നേതാക്കളാകും ഭൂരിഭാഗവും മത്സരിക്കുക. ഇതിൽ പുതുമുഖങ്ങൾക്കും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ പ്രാധാന്യം നൽകാനും തീരുമാനമുണ്ടാകും. എന്തായാലും 35ഓളം സീറ്റുകളിലെങ്കിലും ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് ആ മണ്ഡലങ്ങളിലെ അവരുടെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടാനാണ് ഇപ്പോൾ കോൺഗ്രസ് കേരള ഘടകം തീരുമാനിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഏപ്രിലാകും നിയമസഭാ തിരഞ്ഞെടുപ്പ് വരിക. അങ്ങനെയാണെങ്കിൽ ഇനിയുള്ളത് 3-4 മാസം മാത്രം. 3 മാസം, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഇതിനകം തന്നെ മണ്ഡലങ്ങളിൽ തങ്ങളുടെ വിശ്വാസ്യതയാർന്ന സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരെ മണ്ഡലങ്ങളിലേക്ക് ഇറക്കി ജനങ്ങളുടെ അംഗീകാരവും പിന്തുണയും ഒക്കെ ഉറപ്പാക്കുക നേരത്തെ. അതുതന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിൽ ലക്ഷ്യ എന്ന ദ്വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചതും. എന്തൊക്കെയാണ് സംസ്ഥാന നേതൃത്വം ചെയ്യാൻ പോകുന്നത് എന്ന് AICC ജനറൽ സെക്രട്ടറി തന്നെ വന്ന് വിശദമാക്കിയതും. ഇനി അങ്ങോട്ട് യാതൊരു അപവാദമോ ആരോപണങ്ങളോ ഒന്നുമില്ലാതെ ഓരോ മണ്ഡലത്തിലെയും സ്ഥാനാർത്ഥി തിരഞ്ഞെടുക്കാൻ കോൺഗ്രസിനാകണമെന്ന ഉറച്ച നിർദ്ദേശമാണ് ഇപ്പോൾ കേന്ദ്ര നേതാക്കൾ കേരള ഘടകത്തിലെ നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത്.